ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് 2018 പുറത്തിറങ്ങിയ ലവ് സോണിയ എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഇതിന്റെ IMDb റേറ്റിംഗ് വന്നിട്ട് 7.4 ആണ്. അത് ഈ സിനിമയ്ക്ക് തികച്ചും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒന്നാണ്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുകയുള്ളൂ. സോ നമുക്ക് ഒട്ടും വൈകാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ സോണിയ, പ്രീതി എന്നീ രണ്ട് പെൺകുട്ടികളെ കാണുന്നു. അവർ സഹോദരിമാരാണ്. അവർ മാതാപിതാക്കളോടൊപ്പം മുംബൈയിൽ നിന്ന് 1400 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. അവരുടെ അച്ഛൻ കൃഷി ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത്. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമായിരുന്നില്ല. അച്ഛൻ കടക്കിണിയിലുമായിരുന്നു. മഴയില്ലാത്തതിനാൽ കൃഷിയും നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്നോർത്ത് അച്ഛൻ എപ്പോഴും വിഷമിച്ചിരുന്നു. തന്റെ അവസ്ഥയിൽ ദുഃഖിതനായിരിക്കുന്നതിനോടൊപ്പം തനിക്കൊരു മകൻ പോലും ഇല്ലല്ലോ, 2 പെൺമക്കളായി പോയല്ലോ എന്ന ചിന്തയും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു മകനുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തേനെ, ഇവരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. സോണിയ മൂത്ത സഹോദരി ആയതുകൊണ്ട് അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുമായിരുന്നു. അതിനാൽ അവൾ അച്ഛനെ സഹായിക്കാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. എന്നിട്ടും ഒരു മകൾ അച്ഛനിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹം അയാൾ അവൾക്ക് നൽകിയിരുന്നില്ല. അച്ഛൻ പ്രീതിയെ വഴക്കു പറയുമ്പോഴെല്ലാം അവളെ രക്ഷിക്കാൻ വേണ്ടി സോണിയ ഏത് തെറ്റും സ്വന്തം തലയിലേറ്റുമായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, എന്തു തന്നെയായാലും സോണിയ തന്റെ സഹോദരി പ്രീതിയെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കുമായിരുന്നു. 2 സഹോദരിമാരും തമ്മിൽ അഗാധമായ ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. സോണിയ തന്റെ സഹോദരിയോട് ഒരു സുഹൃത്തിനെ പോലെയാണ് പെരുമാറിയിരുന്നത്. ഇനി നമ്മൾ അമർ എന്നൊരു പയ്യനെ കാണുന്നു. അവൻ ഈ സഹോദരിമാരുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്നവനായിരുന്നു. അമറിന് സോണിയെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവൻ ഒരിക്കലും തന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സോണിയയ്ക്കും പ്രീതിക്കും അമറിന്റെ ഇഷ്ടം നന്നായി അറിയാമായിരുന്നു. എങ്കിലും അവരും ഒന്നും പറഞ്ഞില്ല. കാരണം ഒരു പയ്യൻ പ്രണയത്തിലായിരിക്കുമ്പോൾ ഇഷ്ടം തുറന്നു പറയുന്നതിന് പകരം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഈ പ്രവൃത്തികൾ അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് സോണിയ തന്റെ ഇഷ്ടം ഒരിക്കലും പറഞ്ഞിരുന്നില്ല. പക്ഷെ അമറിനൊപ്പം സമയം ചെലവഴിക്കാൻ അവൾക്ക് ഇഷ്ടമായിരുന്നു. അമർ സോണിയയ്ക്കും പ്രീതിക്കും ഒരു ഇമെയിൽ ID ഉണ്ടാക്കി കൊടുക്കുന്നു. എപ്പോഴെങ്കിലും ദൂരെയായ ഇമെയിൽ വഴി സംസാരിക്കാമല്ലോ എന്ന് കരുതി. ഒരു ദിവസം അച്ഛൻ പ്രീതിയെയും കൂട്ടി എങ്ങോട്ടോ പോകുന്നത് സോണിയ കാണുന്നു. അവൾ അവരെ പിന്തുടരുന്നു. അച്ഛൻ പ്രീതിയെ ദാദാ താക്കൂർ എന്നയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അയാൾ ഗ്രാമത്തിലെ വലിയൊരു ജന്മിയായിരുന്നു. അച്ഛൻ അയാളിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു. അച്ഛന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് കൈകൂപ്പി പണം പിന്നീട് തരാമെന്ന് പറയുന്നു. എന്നാൽ കാര്യങ്ങൾ മറ്റൊരു വഴിക്കാണ് പോകുന്നത്. തന്റെ കടം വീട്ടാനായി അച്ഛൻ പ്രീതിയെ ദാദാ താക്കൂറിന് വിൽക്കുകയായിരുന്നു. ഇതെല്ലാം ഒളിച്ചു നിന്ന് കണ്ട സോണിയയ്ക്ക് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാവുന്നു. അവൾ പുറത്തു വന്ന് പ്രീതിയെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷെ അച്ഛൻ അവളെ ദേഷ്യത്തോടെ വഴക്കു പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ പറയുന്നു. സോണിയ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി പ്രീതിയെ ഇങ്ങോട്ടും അയക്കരുതെന്ന് അപേക്ഷിക്കുന്നു. പ്രീതിയെ മുംബൈയിലേക്ക് അയക്കുന്നതിനെ കുറിച്ചാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദാദാ താക്കൂർ പറയുന്നുണ്ട്, സോണിയയും കൂടി അയച്ചേക്കാൻ. അപ്പോൾ അച്ഛൻ പറയുന്നു, ഇവിടെയും ജോലിക്ക് ഒരാൾ വേണ്ടേ? അഞ്ജലി എന്നൊരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത്, അഞ്ജലി പ്രീതിയെ മുംബൈയിലേക്ക് കൊണ്ടുപോയി നിർബന്ധിച്ച് മോശം ജോലികൾ ചെയ്യിപ്പിക്കാനാണ് പോകുന്നതെന്ന്. ഇതെല്ലാം അറിഞ്ഞിട്ടും അച്ഛൻ പണത്തിനു വേണ്ടി പ്രീതിയെ വിറ്റു. എന്നാൽ സോണിയയെ അയക്കാതിരുന്നത് തന്റെ ജോലിയിൽ ആരാണ് സഹായിക്കുക എന്നോർത്താണ്. പ്രീതിയെ ജോലിക്ക് കൊണ്ടുപോവുകയാണെന്ന് മാത്രമേ സോണിയയ്ക്ക് മനസ്സിലായുള്ളൂ. എന്ത് ജോലിയാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. എന്നിട്ടും അവളെ തടയാൻ സോണിയ ശ്രമിച്ചെങ്കിലും ദാദാ താക്കൂറിന്റെ ആളുകൾ അവളെ പുറത്താക്കി. പ്രീതിക്ക് എന്തു പറ്റിയിട്ടുണ്ടാകും? അവളെ എവിടെ കൊണ്ടുപോയി കാണും എന്നോർത്ത് സോണിയ വിഷമിച്ചിരിക്കുമ്പോൾ അമർ തെറ്റായ സമയത്ത് വന്ന് സോണിയയോട് തന്റെ ഇഷ്ടം തുറന്നു പറയുന്നു. സോണിയയുടെ അച്ഛൻ എപ്പോഴും അവളോട് പറയാറുണ്ടായിരുന്നു, നീ കാണാൻ ഭംഗിയില്ലാത്ത ഒരു പോത്ത് പോലെയാണെന്ന്. അതുകൊണ്ട് അമറിന് ഇഷ്ടം പ്രീതിയോടായിരിക്കും, തന്നോടുള്ള ഇഷ്ടം സത്യമായിരിക്കില്ല എന്ന് സോണിയ കരുതി. കാരണം ഒരു ഭംഗിയില്ലാത്ത പെൺകുട്ടിയെ ആര് സ്നേഹിക്കാനാണ്? അവൾ അവന്റെ ഇഷ്ടം കള്ളമാണെന്ന് കരുതി അവിടെ നിന്ന് പോകുന്നു. സോണിയ അച്ഛനോട് പ്രീതിയെ എവിടെയാണ് അയച്ചതെന്ന് ചോദിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അച്ഛൻ അവളെ വഴക്കു പറഞ്ഞ് നിശബ്ദയാക്കുന്നു. രാത്രിയായപ്പോൾ സോണിയ ഒരു ബാഗും എടുത്ത് ദാദാ താക്കൂറിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് പറയുന്നു, പ്രീതിയെ അയച്ച അതേ സ്ഥലത്തേക്ക് എന്നെയും അയക്കണം. ദാദാ താക്കൂർ ആദ്യം വിസമ്മതിക്കുന്നതായി നടിക്കുന്നു. പക്ഷെ സോണിയ ഒരേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളെയും സഹോദരിയുടെ അടുത്തേക്ക് അയക്കാൻ അയാൾ സമ്മതിക്കുന്നു. താക്കൂറിന് സ്വന്തമായ ഒരു മകൾ ഉണ്ടായിരുന്നിട്ടും അയാൾ ഇത്തരം നീചമായ പ്രവൃത്തികൾ ചെയ്തിരുന്നു. അടുത്ത ദിവസം അഞ്ജലി സോണിയയും കൂട്ടി മുംബൈയിലേക്ക് പുറപ്പെടുന്നു. രാത്രിയായപ്പോൾ അവർ ഒരു ഹോട്ടലിൽ തങ്ങാൻ തീരുമാനിക്കുന്നു. ഹോട്ടൽ ഉടമയ്ക്ക് ആ സ്ത്രീ അത്ര ശരിയല്ലെന്ന് മനസ്സിലാവുന്നു. അയാൾ സോണിയയ്ക്ക് കുറച്ച് പണം കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോകാൻ പറയുന്നു. എന്നാൽ സോണിയയ്ക്ക് സഹോദരിയെ കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ ഓടിപ്പോയില്ല. അഞ്ജലിയോടൊപ്പം അവൾ വർണ്ണപ്പകിട്ടുള്ള സ്വപ്ന നഗരിയായ മുംബൈയിൽ എത്തുന്നു. അവിടെ അവർ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നു. അയാൾ അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് വൃത്തിയുള്ള ഒരു നല്ല സ്ഥലമായിരുന്നേ ഇല്ല. മറിച്ച് അവിടെ നനഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ശരീരം പ്രദർശിപ്പിക്കുന്ന പെൺകുട്ടികൾ നിൽപ്പുണ്ടായിരുന്നു. അവർ ചീത്തവാക്കുകൾ പറഞ്ഞും മോശം ആംഗ്യങ്ങൾ കാണിച്ചും ആളുകളെ വിളിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ അതൊരു വേശ്യാലയമാണെന്ന് മനസ്സിലായി. പക്ഷേ സോണിയയ്ക്ക് താൻ എവിടെയാണ് എത്തിയതെന്ന് അപ്പോഴും മനസ്സിലായിട്ടില്ല. അഞ്ജലി അവളെ സഹോദരിയെ കാണിക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഇവിടെ എത്തിക്കുകയായിരുന്നു. എന്നിട്ട് അവളെ മാധുരി എന്നൊരു സ്ത്രീയെ ഏൽപ്പിക്കുന്നു. അവളായിരുന്നു അവിടുത്തെ എല്ലാ പെൺകുട്ടികളെയും നിയന്ത്രിച്ചിരുന്നത്. താൻ എങ്ങനെയുള്ള സ്ഥലത്താണ് എത്തിയതെന്ന് സോണിയയ്ക്ക് അപ്പോഴാണ് ബോധ്യമായത്.
അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ വേശ്യാലയം ഒരു ചിലന്തി വല പോലെയായിരുന്നു. ഒരിക്കൽ അകത്തു കടന്നാൽ പിന്നെ ജീവൻ പോകാതെ പുറത്തു കടക്കാനാവില്ല. മാധുരി സോണിയയെ ഫൈസൽ എന്നൊരാളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അയാളായിരുന്നു ആ വേശ്യാലയത്തിന്റെ ഉടമയും പെൺകുട്ടികളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഫൈസൽ സോണിയോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. അയാൾ മാധുരിയോട് അത്തരം സ്ഥലങ്ങളിൽ ചെയ്യുന്ന പരിശോധനകളെല്ലാം നടത്താൻ പറയുന്നു. അതിനുശേഷം അവളെ ആ ജോലിക്ക് ഇറക്കാൻ നിർദ്ദേശിക്കുന്നു. ഫൈസൽ സംസാരിക്കുന്നത് വളരെ ശാന്തമായിട്ടായിരുന്നു. പക്ഷെ ആരെങ്കിലും അനുസരിച്ചില്ലെങ്കിൽ അവനൊരു കാട്ടുമൃഗത്തെ പോലെ അവരുടെ മേൽ ചാടി വീഴും. അവനൊരു നല്ല മനുഷ്യനായിരുന്നില്ല, മറിച്ച് പെൺകുട്ടികളെ വിൽക്കുകയും വാങ്ങുകയും അവരെ കൊണ്ട് നിർബന്ധിച്ച് എല്ലാവിധ മോശം പ്രവൃത്തികളും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും നീചനും നികൃഷ്ടനുമായ ഒരു പാപിയായിരുന്നു. സോണിയയുടെ അച്ഛൻ ദാദാ താക്കൂറിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം സഹോദരിയെ അന്വേഷിച്ച് അവൾ അവിടെയായിരിക്കും വന്നതെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ദാദാ താക്കൂർ അവളെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് തറപ്പിച്ചു പറയുന്നു. അയാൾ അച്ഛനെ കുറിച്ച് പണം കൊടുത്ത് ഇനി ഇങ്ങോട്ട് വരരുതെന്നും പറയുന്നു. അടുത്ത ദിവസം മാധുരി സോണിയയുടെ അടുത്ത് വന്ന് പറയുന്നു, ഫൈസൽ നിന്നെ ഇവിടെ എത്തിക്കാൻ ഒരുപാട് പണം മുടക്കിയിട്ടുണ്ട്. നിനക്ക് നിന്റെ സഹോദരിയെ കാണണമെങ്കിൽ പറയുന്നത് പോലെ ചെയ്യുക. ഫൈസലിന്റെ പണം വീട്ടുക. അതിനുശേഷം നിന്റെ സഹോദരിയോടൊപ്പം എവിടെ വേണമെങ്കിലും പൊക്കോ. സോണിയ അവളുടെ വാക്കുകൾ കേൾക്കുന്നില്ല. അപ്പോൾ ഫൈസലും അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ സോണിയ കൂട്ടാക്കാത്തതുകൊണ്ട് ഫൈസൽ തന്റെ തനി നിറം കാണിച്ച് അവളെ ദുർഗന്ധമുള്ള ഒരു ടോയ്ലറ്റിൽ പൂട്ടിയിടുന്നു. ഒരുപാട് പീഡനങ്ങൾ സഹിച്ചതിന് ശേഷം സോണിയ തളർന്നു പോകുന്നു. അവൾ പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറാവുന്നു. അതേസമയം സോണിയയുടെ അച്ഛൻ അഞ്ജലിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കാരണം സോണിയയെ അവളാണ് കൊണ്ടുപോയതെന്ന് അയാൾക്കറിയാമായിരുന്നു. അയാൾ അവൾക്ക് പണം കൊടുത്ത് സോണിയ എവിടെയാണെന്നുള്ള വിവരം മനസ്സിലാക്കുന്നു. അയാൾ മുംബൈയിലെത്തി ഓരോ വേശ്യാലയത്തിലും കയറി ഇറങ്ങി അവളെ അന്വേഷിക്കുന്നു. പക്ഷെ എവിടെയും കണ്ടെത്താനായില്ല. ഒരു രാത്രി സോണിയ ഒരു പോലീസ് ഓഫീസറെ കാണുന്നു. അവൾ അയാളുടെ പിന്നാലെ രഹസ്യമായി പോകുന്നുണ്ട്. അയാൾ തന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ. എന്നാൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ആ പോലീസുകാരൻ അവളെ തിരികെ അതേ വേശ്യാലയത്തിൽ തന്നെ കൊണ്ടുചെന്നാക്കുന്നു. സോണിയ രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഫൈസലിന് ഇഷ്ടമായില്ല. അയാൾ ഒരു പാമ്പിനെ കൊണ്ടുവന്ന് സോണിയുടെ അടുത്തേക്ക് ഇട്ട് അവളെ ഭയപ്പെടുത്തുന്നു. ഇനി അവൾ അങ്ങനെ ഒരു കാര്യത്തിന് ധൈര്യപ്പെടാതിരിക്കാനാണ് അവൻ അത് ചെയ്തത്. അടുത്ത ദിവസം മാധുരി സോണിയയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാനും എന്റെ സഹോദരിയും തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയാൽ സിനിമയിലെ രംഗങ്ങൾ അഭിനയിച്ചു കാണിക്കുമായിരുന്നു. നീയും ഇതൊരു സിനിമയാണെന്ന് കരുതുക. സിനിമയാണെങ്കിൽ എന്തെങ്കിലും അവസാനിക്കുമല്ലോ. ഈ വാക്കുകൾ മാധുരി സോണിയെ സ്വാധീനിക്കാനോ കബളിപ്പിക്കാനോ പറഞ്ഞതായിരുന്നില്ല. അത് അവളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു. ഒരുപക്ഷെ മാധുരിയെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവളും സ്വയം ഇങ്ങനെ ആശ്വസിപ്പിച്ചിരിക്കാം, ഇതൊരു സിനിമയാണ്, എന്തെങ്കിലും അവസാനിക്കുമെന്ന്. ഒരുപക്ഷെ മാധുരി തന്റെ സിനിമ അവസാനിക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് മനീഷ് എന്നൊരു പയ്യൻ വേശ്യാലയത്തിലേക്ക് വരുന്നതാണ്. അവൻ സോണിയയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. അവർ ഒരു മുറിയിലേക്ക് പോകുമ്പോൾ മനീഷ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ അതിന് വന്നതല്ല, നിന്നെ സഹായിക്കാനാണ് വന്നത്. ഞാനൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നു. അവിടെ നിന്നെ പോലെ ഈ ചതുപ്പിൽ അകപ്പെട്ടു പോയ പെൺകുട്ടികളെ രക്ഷിക്കാറുണ്ട്. നീ എന്റെ കൂടെ വന്നാൽ ഇവിടെ നിന്ന് പുറത്തു കിടക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. മാധുരിയുടെ വായിൽ നിന്ന് രക്തം വരുന്നത് നമ്മൾ കാണുന്നു. അവൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ തനിക്ക് എയ്ഡ്സ് ആണെന്ന് മനസ്സിലാക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അവൾക്ക് ഈ രോഗം നൽകിയിട്ടുണ്ടാവാം. എന്നാൽ ഇപ്പോൾ കരയാനല്ലാതെ അവൾക്ക് മറ്റൊന്നിനും കഴിയില്ലായിരുന്നു. കാരണം എവിടെ നിന്നാണോ ഈ രോഗം കിട്ടിയത് അവിടേക്ക് തന്നെ അവൾക്ക് തിരികെ പോകണമായിരുന്നു. രാത്രിയുടെ മറവിൽ ഫൈസൽ സോണിയയെ ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവളെ സഹോദരിയെ കാണിക്കുന്നു. അവളെ കണ്ടപ്പോൾ സോണിയ സന്തോഷം കൊണ്ട് കരഞ്ഞു പോകുന്നുണ്ട്. പ്രീതി ആദ്യം സോണിയെ തിരിച്ചറിയാൻ വിസമ്മതിക്കുന്നു. പിന്നീട് അവൾ പറയുന്നുണ്ട്, എനിക്ക് സംഭവിച്ചതിനെല്ലാം കാരണം നീയാണ്. അച്ഛൻ എന്നെ എവിടേക്കാണ് അയക്കുന്നതെന്ന് നിനക്ക് അറിയാമായിരുന്നു. പക്ഷെ നീ അവരെ തടഞ്ഞില്ല. യഥാർത്ഥത്തിൽ പ്രീതി മയക്കുമരുന്നിന് അടിമയായിരുന്നു. അവളെ അത്രയധികം മയക്കുമരുന്ന് ഉപയോഗിപ്പിച്ചതുകൊണ്ട് താൻ എന്താണ് പറയുന്നത് പോലും അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല. ദേഷ്യത്തോടെ അവൾ സോണിയയോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. മാധുരി ഫൈസലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവൾ ശ്രമിക്കുന്നു. ഫൈസലാണ് അവളെ ഈ വൃത്തികേടിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് അവനും അതേ രോഗം നൽകി കൊല്ലാൻ ആഗ്രഹിച്ചു. എന്നാൽ മാധുരി എന്തിനാണ് വന്നതെന്ന് ഫൈസലിന് മനസ്സിലാവുന്നുണ്ട്. അവൻ അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കുന്നു. മനീഷ് പോലീസുമായി വേശ്യാലയത്തിലേക്ക് വരുന്നു. നിർബന്ധിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികളെ രക്ഷിക്കാൻ അവൻ അവിടെ സോണിയയെയും തിരയുന്നുണ്ട്. എന്നാൽ ഫൈസലിന് വിവരം നേരത്തെ ലഭിച്ചിരുന്നു. അതിനാൽ അവൻ ഒരുപാട് പെൺകുട്ടികളെ ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു. മനീഷിന് സോണിയെ കണ്ടെത്താനായില്ല. ഫൈസലിന്റെ കയ്യാളുകളായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ എത്തുന്നു. അവർ മനീഷിനൊപ്പം വന്ന പോലീസുകാരുടെ സീനിയർമാരായിരുന്നു. അതിനാൽ മനീഷിന് 2-3 പെൺകുട്ടികളെ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൽ പ്രീതിയും ഉൾപ്പെട്ടിരുന്നു. ഫൈസൽ പെൺകുട്ടികളെ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും അയച്ചിരുന്നു. അവൻ സോണിയെയും മാധുരിയെയും മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി കപ്പൽ മാർഗം സിംഗപ്പൂരിലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് അവരെ മറ്റൊരു വേശ്യാലയത്തിലേക്ക് അയക്കുന്നു. അവിടെ ഒരുപാട് പണക്കാർ അവരുടെ കാമം തീർക്കാൻ വരുമായിരുന്നു. അവിടെ ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഓപ്പറേഷൻ നടത്തി അവരെ വീണ്ടും കന്യകമാരാക്കുമായിരുന്നു. സോണിയയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു.
സംഭവിച്ചു. അവരെ കപ്പൽ മാർഗം മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ മാധുരി സോണിയയോട് തന്റെ വേദന പങ്കുവച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ പുഷ്കർ മേള കാണാൻ പോവുകയായിരുന്നു. ട്രെയിനിൽ ഒരു സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ഞാൻ സഹോദരിക്ക് വേണ്ടി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാൻ ഇറങ്ങി. എന്നാൽ വലിയ തിരക്കായതുകൊണ്ട് എനിക്ക് എന്റെ ട്രെയിൻ ബോഗി കണ്ടെത്താനായില്ല. പെട്ടെന്ന് 4 പേരുടെ ഒരു സംഘം വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയി. അവർ എന്നെ മുംബൈയിൽ എത്തിച്ചു. എല്ലാ ദിവസവും അവർ തങ്ങളുടെ നീചമായ ആഗ്രഹങ്ങൾ എന്നിൽ തീർത്തു. പിന്നീട് ഞാൻ ഫൈസലിനെ കണ്ടുമുട്ടി. അവൻ എന്നെ നന്നായി നോക്കി. അവൻ എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം അവനിലെ മൃഗവും ഉണർന്നു. എല്ലാവരും അവരെ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് എത്തുന്നു. അതിനുശേഷം സോണിയെ നന്നായി ഒരുക്കി ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് അയക്കുന്നു. അയാൾ അവളെ തന്റെ ലൈംഗികാസക്തി തീർക്കാൻ തിരഞ്ഞെടുത്തതായിരുന്നു. സോണിയ അയാളുടെ അടുത്തെത്തിയപ്പോൾ അയാൾ അവളോട് വളരെ നന്നായി പെരുമാറുകയും അവളെ കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ എന്തിനാണോ അവൻ സോണിയെ വിളിച്ചത് അത് അവൻ ചെയ്യുന്നുണ്ട്. സോണിയയ്ക്ക് അവിടെ ഒരു ലാപ്ടോപ്പ് കാണാൻ കഴിയുന്നു. അവൾ അത് തുറന്ന് തന്റെ ഇമെയിൽ പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. അയാൾ ഒരു എതിർപ്പും കൂടാതെ അതിന് സമ്മതിക്കുന്നു. സോണിയ തന്റെ ഇമെയിൽ ഐഡി തുറക്കുമ്പോൾ അമറിന്റെ ഒരുപാട് മെയിലുകൾ വന്നു കിടക്കുന്നത് കാണുന്നു. അതിൽ മിക്കതിലും നീ എവിടെയാണ് എന്ന് ചോദിച്ചിരുന്നു. അവൻ എഴുതിയിരുന്നു, ഞാൻ നിന്നെ എത്ര നാളായി തിരയുന്നു. ആളുകൾ പറഞ്ഞ ആ വൃത്തികെട്ട തെരുവുകളിലും ഞാൻ നിന്നെ അന്വേഷിച്ചു പോയി. പക്ഷെ നിന്നെ കണ്ടില്ല. നീ എവിടെയാണെങ്കിലും ഒരു മറുപടി താ. ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. ഞാൻ എപ്പോഴും നിന്നെ നോക്കിക്കോളാം. ദയവായി തിരിച്ചു വരൂ. അമറിന്റെ മെയിൽ വായിച്ചപ്പോൾ സോണിയയ്ക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഓർക്കുന്ന, തന്നെ അന്വേഷിക്കുന്ന ഒരാളുണ്ടെന്ന് അവൾക്ക് തോന്നി. അപ്പോഴാണ് അയാൾ സോണിയയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലെന്ന് ശ്രദ്ധിക്കുന്നത്. അയാൾ അവൾക്ക് ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി നൽകുന്നു. അയാൾ ഒരു മോശം മനുഷ്യനായിരുന്നില്ല. കാരണം അവൻ സോണിയോട് വളരെ നന്നായി പെരുമാറിയിരുന്നു. പക്ഷെ എന്തിനാണോ വിളിച്ചത് അതും അവൻ ചെയ്തു. പക്ഷെ അവളെ അപമാനിച്ചില്ല. ആ സന്ദേശം വായിച്ചതിനു ശേഷമാണ് അമറിന്റെ പ്രണയം കള്ളത്തരമല്ലായിരുന്നുവെന്നും അവന്റെ വികാരങ്ങൾ സത്യമായിരുന്നുവെന്നും സോണിയയ്ക്ക് ബോധ്യമായത്. സോണിയ മാധുരിയോട് അമറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. തന്നെ ഇപ്പോഴും അന്വേഷിക്കുന്ന ഒരാളുണ്ടെന്ന്. അതിനാൽ മാധുരി ആ പാർട്ടിയിൽ വെച്ച് തന്റെ കൈ മുറിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് തിരിയാനും സോണിയയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയായിരുന്നു അത്. തനിക്ക് മുന്നോട്ട് മരണമാണ് കാത്തിരിക്കുന്നതെന്ന് മാധുരിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ സോണിയയ്ക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കുന്നു. സോണിയെങ്കിലും ആ വൃത്തികെട്ട ലോകത്തിൽ നിന്ന് പുറത്തു കിടക്കട്ടെ എന്ന് അവൾ ആഗ്രഹിച്ചു. മാധുരി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് സോണിയയ്ക്ക് അവളുടെ കണ്ണുകളിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് അവസരം മുതലെടുത്ത് അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പരിചയമില്ലാത്ത രാജ്യത്ത് സോണിയ അലഞ്ഞു തിരിയുന്നു. അവളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അവൾ കുറച്ച് നല്ല ആളുകളെ കണ്ടുമുട്ടുന്നു. അവർ അവളെ കൊണ്ടുപോയി ഭക്ഷണം നൽകുകയും താമസിക്കാൻ നല്ലൊരു സ്ഥലവും നൽകുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവൾ മനീഷിനെ പോലെ സോണിയെ പോലെയുള്ള പെൺകുട്ടികളെ സഹായിക്കുന്ന ഒരു സംഘടന നടത്തുകയായിരുന്നു. സോണിയയെ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് അയക്കുന്നു. അവിടെ അവളെ പോലെ പല വിധത്തിൽ ദുരിതം അനുഭവിച്ച പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ടും സ്വന്തം പ്രശ്നങ്ങൾ പറഞ്ഞും അവർ പരസ്പരം താങ്ങും തണലുമാകുന്നു. വീഡിയോ കോളിലൂടെ മനീഷ് സോണിയോട് സംസാരിക്കുന്നു. പ്രീതി തങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. 118 ദിവസങ്ങൾക്ക് ശേഷം സോണിയ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. അവൾ നേരെ മനീഷും പ്രീതിയുമുള്ള സംഘടനയിലേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോഴാണ് പ്രീതി അവിടെ നിന്ന് പോയി എന്ന് അവൾ അറിയുന്നത്. മനീഷ് പറയുന്നുണ്ട്, പ്രീതി മയക്കുമരുന്നിന് അടിമയായിരുന്നു. ആ ചതുപ്പിൽ നിന്ന് പുറത്തു കടന്ന് സാധാരണ ജീവിതം നയിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രീതി അവളെ എവിടെ നിന്നാണോ കൊണ്ടുവന്നത് അവിടേക്ക് തന്നെ തിരിച്ചുപോയി. പല പെൺകുട്ടികളും അങ്ങനെയാണ് ചെയ്യാറ്. ഇത് കേട്ട് സോണിയയ്ക്ക് ദുഃഖം തോന്നുന്നു. പക്ഷെ അവൾ ഒരു സഹോദരിയായിരുന്നല്ലോ. അതുകൊണ്ട് എന്തു തന്നെയായാലും അവളെ കണ്ടെത്തണമെന്ന് അവൾ തീരുമാനിക്കുന്നു. സോണിയ ആ സംഘടനയിൽ താമസിച്ച് പഠിക്കാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും തുടങ്ങുന്നു. പഴയ മോശം ഓർമ്മകൾ മായ്ച്ചു കളയാൻ അവൾ പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സോണിയയുടെ മാതാപിതാക്കൾ അവളെ കാണാൻ വരുന്നുണ്ട്. പക്ഷേ സോണിയ അച്ഛനെ കാണാൻ കൂട്ടാക്കുന്നില്ല. കാരണം അയാൾ ചെയ്ത പ്രവൃത്തിക്ക് ശേഷം അച്ഛൻ എന്ന് വിളിക്കാനുള്ള യോഗ്യത പോലും അയാൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. സോണിയ അവരുടെ കൂടെ തിരികെ പോകുന്നില്ല. മറിച്ച് അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു. അത് അവൾക്ക് നല്ലതായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സോണിയെ കാണാൻ അമർ വരുന്നു. അവളെ കാണാതായതു മുതൽ അവൻ അവളെ അന്വേഷിക്കുകയായിരുന്നു. അമറിന്റെ സ്നേഹം വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം സോണിയയ്ക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൻ അവളെ കാണാൻ വന്നു. സോണിയെ കണ്ടപ്പോൾ അവന്റെ മുഖത്ത് പഴയ അതേ പുഞ്ചിരിയും സ്നേഹവും നിറഞ്ഞിരുന്നു. അവസാനം സോണിയ പ്രീതിക്ക് ഒരു ഇമെയിൽ അയക്കുന്നു. അവൾ എന്തെങ്കിലും അത് വായിക്കുമെന്ന പ്രതീക്ഷയിൽ. അവൾ എഴുതുന്നുണ്ട്, ഞാൻ വരുന്നതിന് മുമ്പ് നീ എന്തിനാണ് പോയത്? എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുകയാണ്. ഞാൻ മറ്റു പെൺകുട്ടികളോടൊപ്പം ഇവിടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇതാണ് എന്റെ വീടും കുടുംബവും. നീ വിശ്വസിക്കുമോ എന്നറിയില്ല, പക്ഷെ സത്യമാണ്. നമുക്ക് എല്ലാം വീണ്ടും പുതിയതായി തുടങ്ങാൻ കഴിയും. നിന്റെ ചുറ്റുമുള്ള ആളുകൾ പറയുന്നത് കേൾക്കരുത്. അവർ അവരുടെ ലാഭത്തിന് വേണ്ടി എന്തും പറയും. പക്ഷെ ഇത്തവണ നീ എനിക്ക് വേണ്ടി എല്ലാവരോടും പോരാടണം. എല്ലാ ദിവസവും തോന്നാറുണ്ട് ഒരു നാൾ നീ തിരിച്ചു വരുമെന്ന്. പിന്നെ കരച്ചിൽ വരും, നീ വരില്ലല്ലോ എന്നോർത്ത്. പക്ഷെ അടുത്ത ദിവസം വീണ്ടും ധൈര്യം സംഭരിച്ച് നിനക്കായി കാത്തിരിക്കും. എന്തായാലും ഞാനും മനീഷ് ഭായിയും നിന്നെ കണ്ടെത്തും. ഒരിക്കൽ കണ്ടെത്തിയതല്ലേ, വീണ്ടും കണ്ടെത്തും. ഞാൻ പിന്മാറാൻ തയ്യാറല്ല. എന്ത് തന്നെയായാലും ഞാൻ നിന്നെ കണ്ടെത്തും. സോണി പ്രീതിക്ക് എഴുതിയ ഈ പ്രതിജ്ഞ നിറഞ്ഞ സന്ദേശത്തോടെ സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.